മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിലും പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ ചെയ്ത തെറ്റാണെങ്കിൽ ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറയാൻ നിനക്കെന്ത് അവകാശമല്ലേ? എന്ത് അവകാശമാണ് നമുക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ അവൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങി ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പാതിരാത്രി പിടിച്ചു എന്ന് സങ്കല്പിക്കാം. ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരനെ പിടിച്ചു, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അവസാനം അവന്റെ മനസ്സിൽ തോന്നി, അള്ളാഹുവേ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, അല്ലാഹ് പുറത്തു തരണേ എന്ന് തൗബ ചെയ്തിട്ട് അവൻ നന്നായി. ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് അവൻ തൗബ ചെയ്ത് നന്നായി. പിന്നെ അവനെ കാണുമ്പോ ആരെങ്കിലും അത് പറഞ്ഞിട്ട് കളിയാക്കിയാ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയാ, പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുമ്പോ നിങ്ങൾ ആരെങ്കിലും കളിയാക്കിയ മരിക്കുന്നതിന് മുമ്പ് നീയും ആ തെറ്റ് ചെയ്തിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്നെയും തെങ്ങി കെട്ടിയിടും മോനെ ഒരു ദിവസം. നാട്ടുകാര് പിടിച്ചിട്ട് ഓനെ തല്ലിയതേ ഉള്ളെങ്കിൽ നിന്നെ തെങ്ങിൽ കെട്ടിയിട്ട് 4 പേരുടെ മുന്നിൽ നീ നാറ്റിച്ച 40 പേരുടെ മുന്നിൽ നിന്നെയും നാറ്റിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഇത്തിരി മടിയന്തേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് വെറുതെ വേലിയിലിരിക്കണതെടുത്ത് തോളി വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിനർത്ഥം, അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ വഴി സംസാരിച്ചാൽ നിന്റെ നാവിനെ സൂക്ഷിക്ക്, കള്ളം പറയല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. 10 മണി കഴിഞ്ഞു, നിർത്താറായോ? പിരിവല്ലോ ഉണ്ടോ? ഇപ്പൊ ആര് സംഘാടക പിരിവല്ലോ ഉണ്ടോ? സംഘാടകരൊന്നും ഇല്ല, എല്ലാ മലക്കൾ. ഒന്നുമില്ല, മൈക്ക് സെറ്റുകാരന് എന്തെങ്കിലും കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അള്ളാഹു ബർക്കത്ത് മാറാകട്ടെ. വേറെ ആവശ്യമൊന്നുമില്ല. 2 ദിവസത്തെ വയല്, ഈ വയല് കഴിയുമ്പോ മൈക്ക് സെറ്റുകാരനെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വിടൂല്ലേ? എങ്ങനെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യണം, അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നല്ല. ഓന്റെ കൈ പിടിച്ചിട്ട് നിനക്ക് അള്ളാഹു കച്ചവടത്തി ബർക്കത്ത് ചെയ്യും, നിന്റെ മാതാപിതാക്കളെ എന്നല്ല, ഓന് കൊടുക്കാനുള്ളത് കൊടുത്തു വിടണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂലേ? എന്തെങ്കിലും കൊടുക്കൂലേ? മനുഷ്യന്മാരെ കൊടുക്കൂലേ? അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് കൈവെക്കും. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവര്. കൈവെക്കാത്ത വാപ്പായ്ക്ക് അറിയത്തില്ല ബർക്കത്ത് എന്താണെന്ന്. വാപ്പ അനുഭവിക്കുന്നത് തന്നെയാ. എല്ലാം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, വീടുണ്ട്, പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സമാധാനം മാത്രമില്ല. സമാധാനം മാത്രമില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്, തിന്നാനുള്ള യോഗമില്ല, വയറ് നിറയണില്ല തിന്നിട്ട്. വീട് കൊട്ടാരം പോലെ പണിതിട്ടുണ്ട്, പക്ഷെ വീട്ടിൽ പോയി കിടന്ന ഉറക്കം വരണില്ല നബിയെ. ഭാര്യയും കൊണ്ട് കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണില്ല, മക്കള് കൂടെയുണ്ട്, സന്തോഷമില്ല. ബർക്കത്തില്ലെങ്കിൽ ജീവിതം നാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് കിട്ടാനുള്ള ഒന്നാമത്തെ വഴി സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യരുത്? സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത്. നല്ല സമയം ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം, നല്ല രസമുള്ള സമയം സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയ ജീവിതത്തിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കും. അതിനുശേഷം ഉറങ്ങാൻ, നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല എന്നപ്പോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 4 കാര്യം ഏത് ഭവനത്തിലുണ്ടോ ആ ഭവനത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യം ഇരിക്കണ കാക്കാമാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ നീ രക്ഷപ്പെട്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു 4 കാര്യം പറയാം. ഒന്ന് ശ്രദ്ധിച്ചൂടെ? പേടിച്ചു വെച്ചാ മതി. ഇല്ലെങ്കിൽ പേടിച്ചു വെച്ചാൽ മതി, അല്ലാതെ കഷ്ടപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. നേരെ ഇരിക്കും മനുഷ്യന്മാരെ, ആരോഗ്യത്തോടെ ഇരി. ഇതിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന മലക്ക് ചവിട്ടി തറയിലിടത്തില്ല. നേരെ ഇരി. 1, ഇങ്ങോട്ട് നോക്ക്. അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 1, നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതിനെ വളർത്തിയ ഉറക്കെ പറഞ്ഞോ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഒന്ന് കൈവെക്കുക. കാണാനുള്ള കൊതി കൊണ്ട്. എല്ലാവരുടെ വീട്ടിലും ടി വി ഇല്ലേ? കൈ വെക്കണ്ട. എനിക്ക് നാണം കെടാൻ വയ്യ. ബർക്കത്ത് 2 ഉണ്ട് സ്ഥാതെ. ഓരോ വീട്ടില് ബെഡിന്റെ എത്രയുണ്ട്? ഇത്രയും നീളവാ. ചെറുതിലും കണ്ടാ പോരാ, അത്രയും നീളം അല്ലേ? വീട്ടില് ആടിനെ വളർത്തണം. ആട് ബർക്കത്തുള്ള ജീവിയാ.